ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ബൈബിൾ പഠിക്കുക, ബൈബിൾ വായിക്കുക, ബൈബിൾ ഗ്രഹിക്കുക, വചനം ഗ്രഹിക്കുക. ദൈവം പറഞ്ഞതാണ് വചനം, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് വചനം, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളാണ് വചനം. വചനത്തിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ നാം അനുസരിക്കുക, കൽപ്പനകൾ അനുസരിക്കുക. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തീർച്ചയായും ഒരു രാജ്യത്ത് നാം താമസിക്കുമ്പോൾ, ഇപ്പം ഇന്ത്യക്കാരായി നാം ഇന്ത്യയിൽ താമസിക്കുന്നു, അമേരിക്കയിലുള്ളവർ അമേരിക്കൻ സിറ്റിസൺസ്, അങ്ങനെ ഓരോ രാജ്യത്തെ അവിടുത്തെ പൗരന്മാർ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുന്നു. അവിടെ എല്ലാം ഒരു നിയമസംഹിതയുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, അങ്ങനെ ഒരു ഭരണ സംവിധാനമുണ്ട്. ഇതുപോലെ തന്നെ ദൈവികമായ ചില ഭരണ സംവിധാനങ്ങളും ഭരണപരമായ കാര്യങ്ങളെല്ലാം ഉണ്ട്. ദൈവിക ഭരണ സംവിധാനത്തിൻ്റെ ഭരണഘടനയാണ് ഈ തിരുവചനം, വചനം, ദ വേർഡ് ഓഫ് ഗോഡ്. ഈ വചനം നാം അനുസരിക്കണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരു രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മളെ പിടിച്ച് ജയിലിലിടും, ശിക്ഷ കിട്ടും. ഇതുപോലെ തന്നെയോ ഇതിലുപരിയായോ നാം ഓരോരുത്തരും ഈ വചനം അനുസരിക്കണം. അപ്പോഴാണ് നമ്മുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വരുന്നത്, ദൈവത്തിൻ്റെ നന്മകൾ വരുന്നത്, ആത്മീയമായി ഭൗതികമായി നാം അനുഗ്രഹിക്കപ്പെടുന്നത്, നമുക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം പോലും കിട്ടുന്നത്. കിങ്ഡം പ്രിൻസിപ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കിങ്ഡം പ്രിൻസിപ്പിൾ, സ്വർഗരാജ്യത്തിൻ്റെ ചില പ്രിൻസിപ്പിളുണ്ട്. കിങ്ഡം, ദൈവരാജ്യത്തിൻ്റെ ചില പ്രിൻസിപ്പിളുണ്ട്. ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇല്ലേ? ഒരു ഭരണഘടന, ഒരു ഭരണ സ്ഥിരാകേന്ദ്രം, മുഖ്യമന്ത്രി അല്ലെ പ്രധാനമന്ത്രി, ഗവർണർ, പിന്നെ മന്ത്രിമാർ, MLA മാർ, MP മാർ, കളക്ടർമാർ, പിന്നെ അങ്ങനെ എന്തുമാത്രമല്ല, ഡയറക്ടർമാർ, അങ്ങനെ ഒരുപാട് ആളുകൾ, പോലീസ് സംവിധാനം, പട്ടാള സംവിധാനം, ഇങ്ങനെ ഒരു രാജ്യത്തിന് എന്തുമാത്രം സംവിധാനങ്ങളാണുള്ളത്. ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ളത്, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സ്, ടൗൺ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഗ്രാമവികസനം, ഇങ്ങനെ പറഞ്ഞാൽ 100 വകുപ്പുകൾ ഇല്ലേ? ട്രഷറി സംവിധാനങ്ങൾ, ഇങ്ങനെ 100 വകുപ്പുകൾ ഈ ഭൂമിയിലുള്ളതുപോലെ കിങ്ഡം പ്രിൻസിപ്പിളിലും ഒത്തിരി വകുപ്പുകളുണ്ട്. കർത്താവിന് സ്തോത്രം. നാം നമ്മുടെ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ലെങ്കിലും അദൃശ്യമായി ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവിക കൺട്രോൾ, അതിനുള്ള ഭരണഘടനയാണ് ഈ ബൈബിൾ. അതുകൊണ്ട് നാം ബൈബിൾ പഠിക്കണം, ബൈബിൾ മനസ്സിലാക്കണം. ഒരു ഭരണഘടനയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാത്തവർ എന്തും ചെയ്യും. അതവർക്ക് തെറ്റായിത്തീരും, വിനയായിത്തീരും, അപകടമായിത്തീരും, ശിക്ഷയായി വരും, ജയിൽവാസം കിട്ടാം. അതുപോലെ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നാം അറിയണം, ഗ്രഹിക്കണം. അതിനാണ് ഈ ബൈബിൾ ക്ലാസ്സുകൾ. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട്. വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ ബൈബിൾ പഠനമാണ്, ഓരോ വിഷയത്തെ ആസ്പദമാക്കി. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പഠിച്ചു തുടങ്ങിയത്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, പക്ഷേ പഠനം ഒന്നും ആയിട്ടില്ല. ഇനി ഒത്തിരി പഠിക്കാൻ, ഡീപ്പായിട്ട് പഠിക്കുന്ന പോലുമില്ല, തൊട്ടേ പഠിക്കുന്നുള്ളൂ. എന്നിട്ട് പോലും ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞ എപ്പിസോഡിൽ. വേദപുസ്തകത്തിലുള്ള 66 പുസ്തകങ്ങളിൽ ഓരോ പുസ്തകങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എവിടെയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നാം ചിന്തിച്ചു വരുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം നാം കഴിഞ്ഞ പ്രാവശ്യം തൊട്ടു. എന്നാൽ അതേ അധ്യായത്തിൽ തന്നെ 1-ാം വാക്യമാണെന്ന് ചിന്തിച്ചത്. 2-ാമത്തെ വാക്യം മുതൽ അനേക കാര്യങ്ങൾ, ഏതാണ്ട് 7ഓളം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദ 7-fold വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ 7 വർക്കുകൾ, അങ്ങനെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7-fold വർക്ക്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. അത് ഓരോന്നോരോന്നായി നമുക്ക് ചിന്തിക്കാം. 1-ാമത്തെ വാക്യം മുതൽ 11-ാം അധ്യായം യെശയ്യാ പ്രവചനം നമുക്ക് വായിക്കാം. എന്നാൽ യിശ്ശായിയുടെ കുറ്റിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ യഹോഭക്തരുടെയും ആത്മാവ്. അതിനെ 7 ആവുന്നത്. 1 യഹോവയുടെ ആത്മാവ്, 2 ജ്ഞാനത്തിൻ്റെ ആത്മാവ്, 3 വിവേകത്തിൻ്റെ ആത്മാവ്,
4 ആലോചനയുടെ ആത്മാവ്, 5 ബലത്തിൻ്റെ ആത്മാവ്, 6 പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, 7 യഹോവഭക്തിയുടെ ആത്മാവ്. 7-fold വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ 7 നിലകളിലുള്ളതായ പ്രവർത്തനങ്ങളാണ് നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് ഓരോന്നായി പെട്ടെന്ന് ചിന്തിക്കാം. ഒന്ന് നാം പറഞ്ഞു, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവാണത്, മനുഷ്യൻ്റെ ആത്മാവല്ല, ദൈവത്തിൻ്റെ ആത്മാവ്. അതാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ദൈവത്തിൻ്റെ ആത്മാവ് അടിസ്ഥാനത്തിൻ്റെ ആത്മാവാണ്, അടിസ്ഥാനം ഇടുന്ന ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് വരുമ്പോഴാണ്, ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് വിവിധ ആത്മാവിൻ്റെ ഫലവും ആത്മാവിൻ്റെ കൃപകളും കൃപാവരങ്ങളും നമ്മിൽ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫൗണ്ടേഷൻ തരുന്നതാണ് പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. ഒന്ന്. രണ്ടാമത്തതാണ് നാം ചിന്തിച്ചത്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ദൈവിക മർമ്മങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ഉള്ളപ്പോഴാണ്. എബിലിറ്റി ടു അപ്ലൈ ഡിവൈൻ ട്രൂത്ത് കറക്റ്റ്ലി, നോട്ട് ജസ്റ്റ് നോളജ് ബട്ട് റൈറ്റ് ഡിസിഷൻസ്. വെറുതെ ഒരു മനുഷ്യൻ്റെ ജ്ഞാനമോ ബുദ്ധിയോ അല്ല, അറിവല്ല, ചുമ്മാ മനുഷ്യൻ്റെ അറിവല്ല, ദൈവിക മർമ്മങ്ങൾ മനസ്സിലാക്കാനുള്ളതായ ഒരു ബുദ്ധി തരും. അതാണ് സ്പിരിറ്റ് ഓഫ് വിസ്ഡം. മൂന്നാമത്തെ എന്താണ്? സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, വിവേകത്തിൻ്റെ ആത്മാവ്. അതെന്ത് തരും? ഡീപ്പ് ഇൻസൈറ്റ് ഇൻ ടു ഗോഡ്സ് വിൽ ആൻഡ് വേർഡ്. ആഴമേറിയ ഒരു കാഴ്ചപ്പാട്, ഇൻസൈറ്റ് തരും. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളും വചനത്തിൻ്റെ ആഴങ്ങളും. അതാണ് വിവേകത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ സീയിങ് ബിയോണ്ട് ദ സർഫസ്. നമ്മൾ പെട്ടെന്ന് കാണുന്നതല്ല, അതിലും ആഴത്തിൽ കാണാനുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നാലാമത്തേത് സ്പിരിറ്റ് ഓഫ് കൗൺസൽ, ആലോചനയുടെ ആത്മാവ്. ആലോചന, കൗൺസൽ, ഡിവൈൻ ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻസ് നമുക്ക് കിട്ടുന്നു. ദൈവികമായ ഗൈഡൻസ് കിട്ടുന്നു, ഡയറക്ഷൻ, എങ്ങോട്ട് പോകണം, എന്ത് പറയണം, ഏത് കാര്യം സംസാരിക്കണം, ഏത് വിഷയം പ്രസംഗിക്കണം, എങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കണം, ഇങ്ങനെയുള്ള ഡിവൈൻ ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഗോഡ്സ് അഡ്വൈസ് ആൻഡ് ലീഡ്. അഡ്വൈസിങ്ങും ലീഡിങ്ങും നമുക്ക് കിട്ടും. ദൈവത്തിൻ്റേതായ അഡ്വൈസും ദൈവത്തിൻ്റേതായ നിയന്ത്രണവും നമുക്ക് കിട്ടും. കർത്താവിന് സ്തോത്രം. അഞ്ചാമത്തെ എന്താണ്? സ്പിരിറ്റ് ഓഫ് മൈറ്റ്. അതെന്താണ്? സൂപ്പർ നാച്ചുറൽ പവർ ആൻഡ് സ്ട്രെങ്ത്. അമാനുഷികമായ ഒരു ശക്തിയും ബലവും നമ്മുടെ മേൽ കർത്താവ് തരും. ഈ ആത്മാവ് വരുമ്പോൾ മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഇല്ലേ? ഒരു ഡോക്ടർക്ക് സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത രോഗം ഒരു ദേവദാസൻ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മാറും. കർത്താവിന് സ്തോത്രം. മനുഷ്യർക്ക് ആർക്കും അടക്കുവാനോ നിയന്ത്രിക്കുവാനോ കഴിയാത്ത ഭൂതാത്മാവിൻ്റെ പ്രവർത്തനം, വീര്യപ്രവർത്തികളുടെ കൃപാവരങ്ങളുള്ള ഒരു ദൈവത്തിന് സാധിക്കും. അത് ദൈവം കൊടുക്കുന്നതാണ്. സൂപ്പർ നാച്ചുറൽ പവർ ആൻഡ് സ്ട്രെങ്ത് ആണ്. അതെന്തിനാണ്? എബിലിറ്റി ടു അക്കംപ്ലിഷ് ഗോഡ്സ് പർപ്പസസ്. ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റാനാണത്. ദൈവത്തിന് ഒരാളെ സൗഖ്യമാക്കണം, ദൈവത്തിന് ഒരാളെ അനുഗ്രഹിക്കണം. അതിന് ദൈവം ഓരോ ദൈവമക്കളിലൂടെ ഈ പരിശുദ്ധാത്മാവിനെ പകർന്ന് അത് നിർവഹിക്കുകയാണ്. ദെൻ അടുത്തത് എന്താണ്? പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് നോളജ്, നോയിങ് ഗോഡ്സ് പേഴ്സണാലിറ്റി, നോട്ട് ജസ്റ്റ് ഫാക്ട്സ്. റെവലേഷൻ ഓഫ് ഗോഡ്സ് ക്യാരക്ടർ, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു റെവലേഷനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ മനസ്സ്. ദൈവം എങ്ങനെ ചിന്തിക്കും, ദൈവമായിരുന്നെങ്കിൽ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റും. കർത്താവാണെ എന്ത് ചെയ്യും, കർത്താവാണെ എങ്ങനെ സഹായിക്കും, കർത്താവിൻ്റെ മനസ്സ് നമുക്കങ്ങ് തരും. അത് തരുന്ന ഒരു അറിവിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് നോളജ്. ഇനി അവസാനത്തെ എന്താണ്? യഹോവ ഭക്തിയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. അതെന്താണ്? ദൈവഭക്തി, യഹോവ ഭക്തി, ഓ ആൻഡ് റെവറൻസ്. ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. അതിനെല്ലാം ഇടയാകുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. ആരാധിക്കാൻ പോലും ഇടയാകുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഈ ദൈവം ആരാണെന്ന് ചിന്തിക്കാനുള്ള ഒരു വിസ്ഡം കിട്ടുകയാണ്, ഫിയർ ഓഫ് ഗോഡ് കിട്ടുകയാണ്. അങ്ങനെയാണ് നാം ആരാധിക്കുന്നത്.
പാപം ചെയ്യാതിരിക്കാൻ ഈ ഫിയർ ഓഫ് ഗോഡ് വേണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവം കാണുന്നു, ദൈവം അറിയുന്നു, ദൈവം എല്ലാം ശ്രദ്ധിക്കുന്നു, ദൈവം എല്ലാം രേഖപ്പെടുത്തുന്നു എന്നുള്ളൊരു ചിന്ത പോലും നമുക്ക് തരുന്നത് ഈ ഫിയർ ഓഫ് ഗോഡ്, ആ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴാണ്. ഇല്ലെങ്കിൽ തോന്നിയ പോലെ ചിന്തിക്കും, തോന്നിയ പോലെ ജീവിക്കും, എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കും, എനിക്കിഷ്ടമുള്ള പോലെ പറയും. അതല്ല ദൈവഭയം. ഒരാളോട് കർക്കശമായി പറയുമ്പോഴും ഉള്ളിൽ കർത്താവെ അങ്ങനെ പറയണമോ, നാഥ കർത്താവെ എൻ്റെ വായിൽ നിന്ന് കർത്താവ് ദുഃഖിക്കുന്നൊന്നും വരല്ലേ എന്നുള്ളതായ ആ ദൈവഭയത്തോടെയാണ് പറയുന്നത്. കർത്താവിന് സ്തോത്രം. ദൈവവേല ചെയ്യുമ്പോൾ കർത്താവെ ഇതാണോ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ചിന്തിക്കുന്നു. അതാണ് ദ ഫിയർ ഓഫ് ഗോഡ്, ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ഗോഡ്. അതാണ് ദിസ് ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ട്രൂ സ്പിരിച്വാലിറ്റി. ശരിക്കും സത്യമായ ആത്മീയത്തിൻ്റെ അടിസ്ഥാന വേരതാ. ദൈവഭയമില്ലെങ്കിൽ എന്തും ചെയ്യും. ദൈവഭയിലെ പാപം ചെയ്യും, ദൈവഭയില്ലെങ്കിൽ പണം കൈവശം ഇരിക്കും. അന്യനവകാശമുള്ളത് ഒരു പേനയാകട്ടെ, ഒരു പെൻസിലാകട്ടെ, ഒരു മുറിപ്പെൻസിലാകട്ടെ, ഒരു വസ്ത്രമാകട്ടെ, ഒരു കർച്ചീഫാകട്ടെ, ഒരു മുട്ടുസൂചിയാകട്ടെ എന്ന് ഇവിടെ കൈവശം ഇരിക്കുമ്പോൾ ദ ഫിയർ ഓഫ് സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യം കിട്ടുന്നില്ല. ബോധ്യം കിട്ടിയല്ല, അപ്പോൾ എനിക്കില്ലാഞ്ഞിട്ടല്ലേ, അതൊന്നും സാരമില്ല, അത് കൊച്ചു കാര്യമല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ന്യായീകരിക്കും. സക്കായി യേശുവിനെ കണ്ടെത്തിയപ്പോൾ യഹോവ ഭക്തിയുടെ ആത്മാവിനെയാണ് സക്കായിക്ക് പകർന്നു കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ കർത്താവെ ഞാൻ അന്യായമായി സമ്പാദിച്ച് 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു, എല്ലാം പറയാനിടയായത് ചതിവായി വാങ്ങിയതും മടക്കി കൊടുക്കുന്നു, അന്യായമായി സമ്പാദിച്ച് മടക്കി കൊടുക്കുന്നു. സ്വന്തം ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വന്നാലും സാരമില്ല, എനിക്കത് ഒഴിവായി കിട്ടണം. യഹോവ ഭക്തിയാണ്, ദൈവഭയമാണ്, ദ ഫിയർ ഓഫ് ദ ലോഡാണ്. എൻ്റെ പ്രിയരെ, നിങ്ങൾക്ക് ഫിയർ ഓഫ് ലോഡ് ഉണ്ടോ? ദൈവമെല്ലാം കാണുന്നു, ദൈവമെല്ലാം അറിയുന്നു. നമ്മുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ, മനോഭാവങ്ങൾ, ആക്ഷൻസ്, റിയാക്ഷൻസ് എല്ലാം ദൈവം കാണുന്നു, പരിശുദ്ധാത്മാവ് കാണുന്നു. മകനെ, നിൻ്റെ കൈവശം ഇരിക്കുന്ന പേന നിൻ്റെ അല്ലല്ലോ. മകളെ, നീ ഇന്ന് ഉപയോഗിക്കുന്ന ഡയറി നിൻ്റെ അല്ലല്ലോ. കർത്താവിന് സ്തോത്രം. ആ ഫിയർ ഓഫ് ഗോഡ് വന്നില്ലെങ്കിൽ ഒന്നും തൊടിയല്ല, സാരമില്ല എന്ന് ചിന്തിക്കും. എനിക്കറിയാം, ഞാൻ 19 വയസ്സിൽ മാനസാന്തരത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ മുന്നിൽ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ 4 വയസ്സിലും 5 വയസ്സിലും ചെയ്തതായ മോഷണങ്ങൾ, ചെറിയ ചെറിയ പാപങ്ങളെല്ലാം കർത്താവ് എനിക്ക് കാണിച്ചു തന്നു കൃപയാൽ. അതെല്ലാം ലജ്ജ കൂടാതെ 19 വയസ്സിൽ തന്നെ അനേക സ്ഥലങ്ങൾ, സ്വന്തക്കാരുടെ, ബന്ധക്കാരുടെ, അയൽക്കാരുടെ, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അരികിൽ എല്ലാം പോയി ഓരോന്നോരോന്ന് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഒരു ലജ്ജയും തോന്നിയില്ല. സ്തോത്രം. അതെന്തുകൊണ്ടാണത്? അതാ ഫിയർ ഓഫ് ഗോഡ്, സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ഗോഡ് നമുക്ക് പകർന്നു കിട്ടുമ്പോഴാണ് അങ്ങനെയെല്ലാം നടക്കുന്നത്. ചിലർക്ക് ഇതൊക്കെ അത്ഭുതമായി തോന്നും. അതൊന്നും വേണ്ടെന്നേ, കർത്താവ് കഴിയതല്ലേ, കർത്താവ് ക്ഷമിച്ചതല്ലേ, അതൊക്കെ മതിയെന്ന് വിചാരിക്കും, നീക്കുപോക്ക് വരുത്തുകയില്ല. എന്നാൽ നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടയാളായിരിക്കാം, വിശ്വാസസ്നാനം ആളായിരിക്കാം, നിങ്ങൾ അന്യഭാഷ പറയുന്നയാളായിരിക്കാം. പക്ഷേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടയാളാണെങ്കിലും നിങ്ങളുടെ കൈവശം നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അന്യർക്ക് അവകാശമുള്ള എന്തെങ്കിലും വസ്തു നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് പിശാചിന് അവകാശമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം വരും. അത് ദൈവത്തിന് അവകാശമുള്ളതല്ല. നിങ്ങൾ മോഷ്ടിച്ച് വെച്ചതൊന്നും ദൈവം വിശദീകരിച്ചൊന്നും തരികയില്ല. അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ എല്ലാം കുഴിച്ചിട്ടു എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. നിങ്ങൾ നീക്കുപോക്ക് വരുത്തണം. നിങ്ങൾക്ക് ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറയുന്നു, എനിക്ക് വഴക്കുണ്ട്, അതൊക്കെ അന്ന് തന്നെ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ തന്നെ നീക്കുപോക്ക് വരുത്തണം, നിങ്ങൾ തന്നെ ക്ഷമ പറയണം, നിങ്ങൾ തന്നെ നിരപ്രവഹിക്കണം. അല്ലാണ്ട് സ്നാനപ്പെടുമ്പോൾ അതൊന്നും പോവുകയില്ല. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അത് വികലമായ ചിന്താഗതിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾ ഏറ്റുപറയണം. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ഹല്ലേലൂയ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യങ്കണക്കാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്നവൻ മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിൽ ഉഷ്ണത്തല എന്ന പോലെ വറ്റിപ്പോയി. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഏറ്റുപറയാതിരുന്നപ്പോൾ അങ്ങനെ ഇരിക്കും. പേര് ദൈവവേദൽ എന്നാ, ദാവീദിൻ്റെ പേര് അഭിഷിക്തൻ എന്നാ. പക്ഷേ ഏറ്റുപറയാതിരുന്നപ്പോൾ ഞരക്കം, ആത്മീയജീവിതത്തിൽ സന്തോഷമില്ല, നിരാശയാണ്, ഭാരമാണ്. ചില ഏറ്റുപറയാത്ത ചില കാര്യങ്ങളാണ് മകനെ നിൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് സന്തോഷം തരാതിരിക്കുന്നത്. ചില നിരപ്രവഹിക്കാനുണ്ട്, ചില വസ്തുക്കൾ കൊടുത്തു തീർക്കാനുണ്ട്. എന്നാൽ ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഏറ്റുപറയണം. അന്ന് യോശുവ പറഞ്ഞു, 7-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ, ആഖാനോട് പറഞ്ഞു, മകനെ
നീ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് നീ ദൈവത്തോട് ഏറ്റു പറയുക, എന്നോട് മറച്ചു വയ്ക്കരുത്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യപ്രകാരം പറയുന്നു, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ, കണ്ടീഷനാണ്, എന്ത് കിട്ടും? അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കുന്ന വിശ്വസ്തനും നീതിമാനുമാകുന്നു. എൻ്റെ പ്രിയരെ, നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചൊന്നും വചനം വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. വചനത്തിൽ എന്തുണ്ട് അതനുസരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടു, തീരുമാനമെടുത്തു, എല്ലാം റോൾഡ് അവേ കഴുകിപ്പോയി എന്ന് പറഞ്ഞിരിക്കരുത്. മകനെ, നീ ഉപയോഗിക്കുന്ന പേന, നീ ഉപയോഗിക്കുന്ന വാഹനം, നീ ഉപയോഗിക്കുന്നതായ വസ്തുക്കൾ, നീ ഉപയോഗിക്കുന്ന പേപ്പർ, ഞാൻ നിങ്ങളോട് പറയാം, 39 വർഷമായി ഞാൻ എൻ്റെ സ്വന്തം സഹോദരൻ്റെ സ്ഥാനത്തിൽ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ജന്മം കിട്ടിയതായ മക്കളായ ഞങ്ങൾ, എൻ്റെ ചേട്ടനാണ്, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ചെയർമാൻ. ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു പേപ്പർ പോലും എടുക്കാറില്ല, ഒരു പേന പോലും ഉപയോഗിക്കാറില്ല എൻ്റെ സ്വന്തം ആവശ്യത്തിന്. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ടാണ് പ്രിയരെ? എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ 38 വർഷക്കാലം അവിടെ ഡയറക്ടറായിട്ട് ജോലി ചെയ്തു, ഇപ്പോഴും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചേട്ടനല്ലേ, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അനുവാദമില്ലാതെ എടുത്താൽ നിൻ്റെ പേരിൽ അത് പാപമാകും. ഇത്ര ആഴമൊക്കെ വേണോ ക്രിസ്തീയ ജീവിതത്തിന്? ഇച്ചിരിയൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ കർത്താവ് കോംപ്രമൈസ് ചെയ്തോളൂ പ്രിയരെ. വചനം കോംപ്രമൈസ് ചെയ്യുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവനാമത്തോടെ ഇത് നമുക്ക് പാപബോധം കിട്ടുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. ഈ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ലോർഡ് നമ്മുടെ ഉള്ളിൽ വന്നില്ലെങ്കിൽ നമുക്കിതൊന്നും നോർമലായി തോന്നും. ഇതൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ വേണമെന്ന് ചിന്തിക്കും. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഭാര്യയോട് നീരസം വന്നാൽ പാവമാണെന്ന് തോന്നുന്നത്. ഇല്ലേ, കുഴപ്പമില്ല. ചില രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ ഭാര്യയെ തല്ലുന്നവരുണ്ട്, ഭർത്താവിനെ അനുസരിക്കാത്തവരുണ്ട്, സ്വന്തം ഭാര്യയ്ക്ക് അന്യ സ്ത്രീകളുടെ പിന്നാലെ പോകുന്നവരുണ്ട്. ഞാൻ ലജ്ജയോടെ പറയട്ടെ, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പറയട്ടെ, അതല്ല ക്രിസ്തീയ ജീവിതം. സഭയിൽ പൊസിഷൻ കാണും, മാനേജിങ് ട്രസ്റ്റി ആയിരിക്കും മോനെ നീ, പക്ഷേ നിന്റെ ജീവിതം എങ്ങനെ? നീ ദൈവരാജ്യം കാണുകയില്ല. നിന്റെ ജീവിതം പാപം മാറണം. അതിന് ഈ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് 7 രീതിയിൽ പ്രവർത്തിക്കുന്നു. അടിസ്ഥാനം വിട്ടു തരുന്നതായ യഹോവയുടെ ആത്മാവ്, ജ്ഞാനം തരുന്ന ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകം തരുന്ന ആത്മാവ്, ആലോചന തരുന്ന ആത്മാവ്, ബലം തരുന്ന ആത്മാവ്, പരിജ്ഞാനം തരുന്ന ആത്മാവ്, യഹോവ ഭക്തി തരുന്ന ആത്മാവ്. ഈ 7 ആത്മാവും നമ്മിൽ വ്യാപരിക്കുമ്പോഴാണ് നമ്മൾ സത്യസുബോധമുള്ളവരായിത്തീരുന്നത്. കർത്താവിന് സ്തോത്രം. മകനെ, നിൻ്റെ ജീവിതത്തിൽ ഈ 7 ആത്മാവിൻ്റെ പ്രവർത്തനം നിന്നിൽ വ്യാപരിക്കുന്നുണ്ടോ? 5 ഫോൾഡ് മിനിസ്ട്രി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ 7 ഫോൾഡ് വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ 7 വർക്കുകൾ നമ്മിൽ നടക്കും. കർത്താവിന് സ്തോത്രം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങിയോ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. പരിശുദ്ധാത്മാവ് വരാൻ നമുക്ക് വിനയപ്പെടുത്താം, നമുക്ക് തിരുത്താം, നമുക്ക് വെക്കേറ്റ് ചെയ്യാം. നമ്മളുടെ ഉള്ളിലുള്ളതെല്ലാ അശുദ്ധികളും തിന്മകളും അഹങ്കാരങ്ങളും സ്വയവും നിരാശകളും എല്ലാം വെക്കേറ്റ് ചെയ്ത് കളയാം. പരിശുദ്ധാത്മാവ് ഒന്നെന്നറിയാൻ പരിശുദ്ധാത്മാവ് നമുക്ക് വെൽക്കം ചെയ്യാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളതായ ഈ വിഷയം ഇതുകൊണ്ട് തീരുന്നില്ല. ഇത് 17-ാമത്തെ എപ്പിസോഡാണ്. പക്ഷേ ഇനിയും നമുക്ക് പഠിക്കാം. ഇനിയും നമുക്ക് യെശയ്യാപ്രവചനത്തിൽ തന്നെ ധാരാളം പഠിക്കാനുണ്ട്. ഇന്ന് നാം പഠിച്ച കാര്യങ്ങൾ മറക്കരുത്. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, the spirit of wisdom, the spirit of understanding, spirit of counsel, spirit of might, spirit of knowledge, spirit of the fear of Lord. എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. അത് നമുക്ക് ആഗ്രഹിക്കാം, കൊതിക്കാം. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അഴക്കെന്ന് ഒന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവരുള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ദാഹിക്കുക, വിശ്വസിക്കുക, അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിക്കും. തിരുത്തുക, കാത്തിരിക്കുക, നമ്മെ തന്നെ വെടിപ്പാക്കുക, പരിശുദ്ധാത്മാവ് വരും. ഇതെല്ലാം വചനമാണ്. പല സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്ന വചനമാണ്. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, ലഭിക്കോളം കാത്തിരിക്കുക. അങ്ങനെ ചെയ്താൽ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിൽ വഴി നടത്തും. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ ആത്മാവിൻ്റെ 7 പ്രവർത്തനങ്ങൾ നമ്മിൽ വരുവാൻ, എന്നിൽ വരുവാൻ, നിങ്ങളിൽ വരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, സ്വർഗീയ പിതാവേ, നൂറ്റാണ്ടുകൾക്കും യെശയ്യാ പ്രവചനത്തിലൂടെ 11-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ 7 പ്രവർത്തനങ്ങൾ
ഞങ്ങൾ വായിച്ചു, ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ ഗ്രഹിച്ചു, എന്നാൽ അത് ഞങ്ങൾക്ക് അനുഭവമാക്കി തരണം. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നവരുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരട്ടെ, പരിശുദ്ധാത്മാവ് ശക്തി വരട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വരട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ വരട്ടെ, കൃപാവരങ്ങൾ വരട്ടെ. കർത്താവേ, ഞങ്ങൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ 7 വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളാൽ നിറഞ്ഞ് ഈ തലമുറയിൽ യേശുവിന് വേണ്ടി പ്രയോജനമുള്ളവരായി, യേശുവിൻ്റെ സാക്ഷികളായി, യേശുവിൻ്റെ വേലക്കാരായി, യേശുവിന് വേണ്ടി ഈ ഭൂമിയിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവരായി ഞങ്ങൾ തീരുവാൻ, അങ്ങനെ അനേകർ കർത്താവിനെ കണ്ടെത്തുവാൻ, യേശുവിന് നാമം ഉയരുവാൻ. കർത്താവേ, ഞങ്ങളെ അതിനെ പരിശുദ്ധാത്മാവിൻ്റെ നിറം കൊണ്ട് നിറയ്ക്കണം. കർത്താവേ, അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണം, കൃപയിൽ പൊതിയണം. യേശുവിൻ അത്ഭുത നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം ഇനിയും ആഴത്തിൽ പഠിക്കുക, നിങ്ങൾ വായിക്കുക, ധ്യാനിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. മറക്കല്ലേ, എല്ലാ വെള്ളിയാഴ്ചയും മൂവാറ്റുപുഴ പ്രവർത്തിക്കുന്ന KSRTC ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് വന്നാൽ 6 മുതൽ 8 മണി വരെ ബൈബിൾ ക്ലാസ്സിൽ നേരിട്ട് പങ്കെടുക്കാം. എന്നാൽ അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയുള്ളതായ ഈ ബൈബിൾ പഠന പരമ്പരയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. 17ാമത്തെ എപ്പിസോഡാണിത്. ബാക്കി എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഓരോന്നായി കേൾക്കാം. കർത്താവ് നിറവടിയായി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, തൻ്റെ വചനത്താൽ നിറയ്ക്കട്ടെ, വചനം കൊണ്ട് സൗഖ്യമാക്കട്ടെ, വചനത്താൽ അലങ്കരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.